കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. പ്രാചീന സഞ്ചാരികളും കൊല്ലവും. വിദേശ സഞ്ചാരികളുടെ കുറിപ്പുകളിൽ നിന്ന് കൊല്ലത്തിൻ്റെ പഴയ ചരിത്രവും സംസ്കാരവും വാണിജ്യ ബന്ധവും നമുക്ക് ഗ്രഹിക്കാവുന്നതാണ്. കൊല്ലം എന്ന ദേശനാമത്തെ പലതരത്തിലാണ് വിദേശികളായ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. സുലൈമാനാണ് കൊല്ലം സന്ദർശിച്ച ആദ്യ അറബി സഞ്ചാരി. ഇത് AD 851 എന്നാണ് കരുതപ്പെടുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായിട്ടാണ് സുലൈമാൻ കൊല്ലത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. കൗലം എന്നാണ് കൊല്ലത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത്. ഇന്ത്യയിലേക്കും ചൈനയിലേക്കുമുള്ള കപ്പലുകൾ മസ്കത്ത് വിട്ടാൽ ആദ്യം അടുക്കുന്നത് കൊല്ലത്താണ് എന്നാണ് സുലൈമാൻ പറയുന്നത്. കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ 1 മാസത്തെ യാത്ര കൊണ്ട് കൊല്ലത്തെത്താം. വിശാലവും മനോഹരവുമാണ് തുറമുഖം. അവിടെ എപ്പോഴും സൈന്യം കാവൽ നിൽക്കും. വലിയ ചൈനീസ് കപ്പലുകൾ ഇവിടെ ധാരാളമായി വരുന്നുണ്ട്. ഏതൊരു ബുദ്ധിമുട്ടും കൂടാതെ അവയ്ക്ക് തുറമുഖത്ത് അടുക്കാം. ഇവിടെ അടുക്കുന്ന ഓരോ ചൈനീസ് കപ്പലും 1000 ദീനാർ ചുങ്കം കൊടുക്കണം. സാധാരണ കപ്പലുകൾക്ക് ചുങ്ക നിരക്ക് 10 ദീനാറാണ്. കൊല്ലത്തെ കിണറുകളിൽ ശുദ്ധജലം ധാരാളം ലഭിക്കുന്നതായും സുലൈമാൻ എഴുതുന്നു. ഇനി മറ്റൊരു സഞ്ചാരിയാണ് റബ്ബി ബെഞ്ചമിൻ. ഇദ്ദേഹം കൊല്ലത്തെത്തിയത് AD 1166 എന്നാണ് ചരിത്രരേഖകളിൽ കാണുന്നത്. ബെഞ്ചമിൻ്റെ ആഗമനകാലത്ത് ആദിത്യവർമ്മ എന്ന രാജാവായിരുന്നു വേണാട്ടിലെ ഭരണാധികാരി. കൊല്ലമായിരുന്നു തലസ്ഥാനം. ജനപ്രതിനിധികളായ അരനൂറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ആദരിച്ചാണ് അന്ന് ഭരണം നിർവഹിച്ചിരുന്നത്. കൊല്ലം പട്ടണത്തെയും തുറമുഖത്തെയും കുറിച്ച് വിശദമായി വിവരിക്കുന്ന ആദ്യത്തെ യൂറോപ്യൻ സഞ്ചാരിയായ റബ്ബി ബെഞ്ചമിൻ ചൂലം എന്നാണ് കൊല്ലത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. അദ്ദേഹം എഴുതുന്നു, വ്യാപാര കാര്യങ്ങളിൽ ഇത്രയും വിശ്വസ്തയോടെ പെരുമാറുന്നവരെ കൊല്ലം പോലെ മറ്റെങ്ങും കാണാൻ കഴിയുകയില്ല. കള്ളവും ചതിയും പരിചിതമല്ല. ഉദ്യോഗസ്ഥന്മാരുടെ കൃത്യമായ പെരുമാറ്റവും സൗമ്യവും വിനയവും കലർന്ന സംസാരവും വിദേശ സഞ്ചാരികളിൽ മതിപ്പുളവാക്കും. മിതമായ ചുങ്കമേ ചുമത്താറുള്ളൂ. കാവൽ കൂടാതെ ചരക്കുകൾ ഏത് വെളിസ്ഥലത്തും ഇട്ടിട്ട് പോകാം. ചരക്കുകൾ നഷ്ടപ്പെടുമെന്ന് ഭീതി വേണ്ട. ഇനി കൊല്ലം സഞ്ചരിച്ച മറ്റൊരു പ്രമുഖ വിദേശ സഞ്ചാരിയാണ് മാർക്കോ പോളോ. ഇദ്ദേഹം AD 1298 കൊല്ലത്തെത്തിയത്. കുലം എന്നാണ് കൊല്ലത്തെപ്പറ്റി മാർക്കോ പോളോ എഴുതിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ചോളമണ്ഡലത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറായി 500 നാഴിക യാത്ര ചെയ്താൽ കൊല്ലത്തെത്താം. ജനങ്ങൾ ഭൂരിഭാഗവും വിഗ്രഹ ആരാധകരാണ്. അപൂർവം ക്രിസ്ത്യാനികളും യൂതന്മാരുമുണ്ട്. സ്വന്തമായൊരു രാജാവും ഭാഷയുമുണ്ട് ഈ നാട്ടുകാർക്ക്. രാജാവ് ആരുടെയും സാമന്തനല്ല. ഇവിടെ കുരുമുളക്, ഇഞ്ചി, ചപ്പങ്ങം എന്നിവ സമൃദ്ധമായി വളരുന്നു. നീലയമരിയിൽ നിന്ന് നീലമുണ്ടാക്കി വിദേശങ്ങളിലേക്ക് കയറ്റി അയക്കുന്നുണ്ട്. ജനങ്ങളുടെ പ്രധാന ഭക്ഷണം അരിയാണ്. പനം പഞ്ചസാരയിൽ നിന്നാണ് മദ്യമുണ്ടാക്കുന്നത്. മനുഷ്യനെ അതിവേഗത്തിൽ മത്തനാക്കുന്ന ഈ മദ്യമാണ് ഇവർ കുടിക്കുന്നത്. ഇനി മറ്റൊരു പ്രമുഖ സഞ്ചാരിയാണ് അബുൽ ഫിദ. ഇദ്ദേഹം കൊല്ലത്തെത്തിയത് AD 1273 എന്നാണ് കരുതപ്പെടുന്നത്. 13ഉം 14ഉം നൂറ്റാണ്ടിലെ കേരളത്തെക്കുറിച്ച് അറിവ് നൽകുന്ന പ്രസിദ്ധ ഭൂമിശാസ്ത്രജ്ഞനും ചരിത്ര പണ്ഡിതനുമാണ് അബ്ദുൽ ഫിദ. അദ്ദേഹത്തിൻ്റെ വിവരണങ്ങൾ ഇങ്ങനെയാണ്: കൊയിലോൺ അഥവാ കൊയിലൻ ആണ് ഒരു പ്രധാന പട്ടണം. ഇത് കൊല്ലത്തെക്കുറിച്ച് പറയുന്നതാണ്. കുരുമുളക് രാജ്യമായ മലബാറിൻ്റെ തെക്കേ അറ്റത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് കപ്പലുകൾ ഇങ്ങോട്ട് വരികയും ഇവിടെ നിന്ന് ചരക്കുകളുമായി അങ്ങോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. ഏഡൻ തുടങ്ങിയ രാജ്യങ്ങളുമായി നിരന്തര സമ്പർക്കമുണ്ട്. ഇവിടെ കടൽ കരയിലേക്ക് തള്ളി നിൽക്കുന്നതിനാൽ കപ്പലുകൾക്ക് സുരക്ഷിതമായി നങ്കൂരമിട്ട് നിൽക്കാം. കോയിലിൻ വലിയ പട്ടണമാണ്. ധാരാളം കമ്പോളങ്ങളുമുണ്ട്. ഭൂമി സമനിരപ്പും മണൽ നിറഞ്ഞതുമാണ്. നഗര പ്രാന്തങ്ങളിൽ ഫലവൃക്ഷങ്ങൾ തഴച്ചു വളരുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.